പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ജയിലിലെ ശുചിമുറിയിലാണ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത്. അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, വിശദാംശങ്ങൾ. 11 മണിയോടെയായിരുന്നു സംഭവം. സെൻട്രൽ ജയിലിലാണ് അഫാൻ ഉള്ളത്. റിമാൻഡ് തടവുകാരനായി സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. അവിടെയാണ് ശുചിമുറിയിൽ അയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സെൻട്രൽ ജയിലിൽ നിന്ന് അറിയുന്ന വിവരം ജീവനോടുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഗുരുതരാവസ്ഥയിലാണോ ഇയാൾ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ആരോഗ്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അഫാൻ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതിയാണ് ഇയാൾ. നേരത്തെയും ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുള്ളയാളാണ്. നേരത്തെ തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിലും ഇതുപോലെ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അന്ന് ഇയാൾ പുറത്തേക്ക് ചാടാനാണ് ശ്രമിച്ചത്. നേരിയ പരിക്ക് ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇയാളുടെ മാനസികത പരിശോധിക്കുകയും ഇയാൾക്ക് ശക്തമായ സുരക്ഷ ഒരുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആത്മഹത്യാ പ്രവണതയെല്ലാം മാറി ഇയാൾ നോർമലായി എന്ന വിലയിരുത്തൽ ജയിൽ അധികൃതരും പോലീസും ഒക്കെ നടത്തിയത്. പക്ഷെ അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ശുചിമുറിയിൽ ആണ് ആത്മഹത്യാ ശ്രമം നടത്തി മരിക്കാനുള്ള ശ്രമമായിരുന്നു. സാധാരണഗതിയിൽ ഈ റിമാൻഡ് പ്രതികൾക്ക് തൂങ്ങി മരിക്കാൻ അത്തരം പ്രവണതയുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിലും അത്തരത്തിലുള്ള വസ്തുക്കൾ, അതായത് മുണ്ട്, തോർത്ത് തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് നൽകാറില്ല. അവർക്ക് സെല്ലിൽ അത്തരം സൗകര്യങ്ങൾ നൽകാറില്ല. വളരെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്? എന്താണ് ഇയാൾക്ക് എന്തുപയോഗിച്ചാണ് വസ്ത്രം ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കയറോ മറ്റോ ഇയാൾക്ക് ആ ഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇയാളുടെ ആരോഗ്യനില അത്ര മെച്ചമല്ല എന്ന സൂചനയായി കൂടി വേണമെങ്കിൽ ജയിൽ അധികൃതരുടെ ഈ പ്രതികരണത്തെ നമുക്ക് കാണാം. ജീവനോട് കൂടിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ജയിലിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ അതാണ് ആരോഗ്യനില മോശമാണോ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ടോ എന്ന സംശയം ഉയരാൻ കാരണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 11 മണിയോടുകൂടി അഫാൻ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി, സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളാണ്. സഹോദരനെയും കാമുകിയെയും അടുത്ത ബന്ധുക്കളെയും കൊലപ്പെടുത്തിയ ആളാണ്. അങ്ങനെയുള്ള പ്രതി ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നു. ഇയാൾ ആത്മഹത്യാ പ്രവണതയുള്ളയാളാണ്. നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്. അതാണ് അരുൺ, അഫാന്റെ നില ഗുരുതരമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ വീണ്ടും ആത്മഹത്യാ ശ്രമം നടത്തി ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? അങ്ങനെ കരുതേണ്ടി വരും. കാരണം ഇയാൾക്ക് അത്തരം പ്രശ്നമുള്ള ആളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആത്മഹത്യാ പ്രവണതയുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായും ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. ഇയാൾ ഒറ്റയ്ക്കാണോ സെല്ലിൽ ഇയാളെ പാർപ്പിച്ചിരുന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ഇത്രയധികം ക്രൂരമായ കൊലപാതകം ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒറ്റയ്ക്കായിരുന്നു പാർപ്പിച്ചിരുന്നത്. ആത്മഹത്യാ പ്രവണതയുള്ള ആളാകുമ്പോൾ മറ്റു നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. സെല്ലിൽ മുഴുവൻ സമയവും നിരീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ശുചിമുറിയിലാണ് അയാൾ ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നിരീക്ഷണം സാധ്യമല്ല. എങ്കിൽ പോലും ഈ ഇത്തരത്തിൽ തൂങ്ങി മരിക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, ഘടകങ്ങൾ അവിടെ ഇല്ലാതെയാക്കേണ്ടത് പോലീസിന്റെ, ജയിൽ അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ ജയിൽ അധികൃതർ ലഭിക്കുന്നത്. അയാൾ ആത്മഹത്യ ശ്രമിച്ചു. 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. അവിടെ നിന്ന് അപ്പോൾ തന്നെ ജയിൽ വകുപ്പിന്റെ ആംബുലൻസിൽ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്വാഭാവികമായും പൂജപ്പുര ജയിലിന് അടുത്ത് മറ്റ് ആശുപത്രികളുണ്ട്. ആദ്യമുള്ള ആശുപത്രി ജനറൽ ആശുപത്രി, പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രി ഉണ്ട്. അതിനു മുമ്പ് തന്നെ പൂജപ്പുരയിൽ മറ്റ് പ്രാഥമിക സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രതി ആത്മഹത്യ ശ്രമിച്ചെങ്കിൽ അയാളെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അയാളുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നമുണ്ടാകണം എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ജയിൽ അധികൃതരുടെ പ്രതികരണവും അത് ആ നിലയ്ക്കാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ആശുപത്രി അധികൃതരുടെയും ജയിൽ മേധാവിയുടെയും ഒക്കെ പ്രതികരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. വളരെ പ്രമാദമായ, വളരെ കുപ്രസിദ്ധമായ ഒരു കേസിലെ പ്രതിയാണ് അഫാൻ. അയാളാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. സെൻട്രൽ ജയിലിൽ ഏത് സാഹചര്യത്തിലാണ് ഇയാൾക്ക് അതിനുള്ള അവസരം ലഭിച്ചത് എന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാട്ടുന്ന പ്രതികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യയ്ക്ക് സഹായകമാകുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി അത്തരം സംവിധാനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രാഥമികമായ ജയിൽ
സുരക്ഷയുടെ ഭാഗമുള്ള കാര്യമാണ്. അവിടെ ഏതെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇനി പ്രധാനമായും പരിശോധിക്കേണ്ടത്. മറ്റൊന്ന് ഇയാളുടെ ആരോഗ്യനില ഇത്തരത്തിലുള്ളതാണ്. നേരത്തെയും താൻ മരിക്കുമെന്ന് ഇയാൾ പലരോടും പറഞ്ഞിരുന്നു. പലപ്പോഴും മരിക്കാനാണ് ശ്രമിച്ചതെന്ന് ഇയാൾ ശ്രമം നടത്തിയതെന്ന് അയാൾ പറഞ്ഞത്. പക്ഷേ അയാൾ പോലീസിൽ ആ രീതിയിൽ അന്ന് അയാൾ കീഴടങ്ങുകയായിരുന്നു. പക്ഷേ അതിനുശേഷം സ്റ്റേഷനിൽ വെച്ച് ഇയാൾ മരിക്കാൻ ശ്രമിച്ചു. അയാൾ കൊലപ്പെടുത്തിയത് ശരി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ജയിലിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.